ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസ് ആണ് കേട്ടോ. അപ്പോൾ അക്വാകൾച്ചർ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് മീൻ അല്ലെങ്കിൽ സീ ഫുഡ് വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. സീ ഫുഡ് അല്ലെങ്കിൽ വാട്ടറിൽ ജീവിക്കുന്ന ആനിമൽസിനെ കഴിക്കുന്ന ആ ഒരു ഇത്. അപ്പോൾ അങ്ങനെയുള്ള വാട്ടറിലുള്ള ആനിമൽസിനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കിന് അത് വെറുതെ അങ്ങ് എടുത്താൽ പോരാ, അതിന് ചില സർട്ടിഫിക്കേഷൻസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഫിഷ് തന്നെ നമ്മൾ കഴിക്കുന്ന ഫിഷ് ആണെങ്കിലും അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് വേണം നമ്മൾ അതിനെ പിടിക്കാനും. അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസിൻ്റെ അകത്ത് പറയുന്നത്. നമ്മൾ മീനിനെ വളർത്തുമ്പോൾ, മത്സ്യകൃഷി നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരു സീ ഫുഡ് ഫാം നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, എന്ത് സർട്ടിഫിക്കറ്റ് ആണ് അതിന് വേണ്ടത്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്തെന്ന് പറയുന്നത് BAP എന്ന് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസസിൻ്റെ അകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാമേ. ഓക്കെ, ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസ് എന്താണ്? ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത് ഒരു സെറ്റ് ഓഫ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് BAP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള? സേഫ് ആയിട്ടുള്ള, എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള, എക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള ഒരു അക്വാകൾച്ചർ പ്രാക്ടീസ് നിലനിർത്തി പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു BAP നിലവിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത് സേഫ് ആയിരിക്കണം, എൻവയോൺമെന്റിന് ഈ ഒരു ഫാം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അക്വാകൾച്ചർ ചെയ്യുന്നത് വഴി ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, ഒരു സ്പീഷ്യസിനും വംശനാശം സംഭവിക്കരുത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ മുൻനിർത്തി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അക്വാകൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡേർഡ് ആരാണ് സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ BAP സർട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഗ്ലോബൽ സീ ഫുഡ് അലയൻസ് ആണത് സർട്ടിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കേട്ടോ. ഇത് ഗ്ലോബൽ സീ ഫുഡ് ട്രേഡിൽ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. എന്തെന്ന് പറയുന്നത്, നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള അക്വാകൾച്ചർ ട്രേഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് എന്തെന്ന് പറയുന്നത് BAP സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, ബെസ്റ്റ് അക്വാകൾച്ചർ പ്രാക്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡേർഡ് മെയിനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അക്വാകൾച്ചർ മേഖലയ്ക്ക് കുറച്ചും കൂടെ ഡെവലപ്മെൻറ്റ്, നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അക്വാകൾച്ചർ മേഖലയെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ BPA ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു അക്വാകൾച്ചർ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനോട് ഉതകുന്ന രീതിയിലാണ് അവിടെ ആ ഒരു അക്വാകൾച്ചർ പ്രാക്ടീസ് നടക്കുന്നതെന്നാണ്. അപ്പോൾ ഒരു അക്വാകൾച്ചർ ഫാമിൽ ഈ ഒരു BPA സർട്ടിഫിക്കറ്റ് അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനോട് കിടപിടിക്കാൻ തക്കവണ്ണമുള്ള രീതിയിലുള്ള കൾച്ചർ ടെക്നിക്സും കൾച്ചർ മെത്തേഡ്സും ഒക്കെയാണ് ആ ഒരു അക്വാകൾച്ചർ ഫാമിൽ നടക്കുന്നതെന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഫാമിൽ നിന്ന് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഫാം അവിടെ നടക്കുന്നത്. സേഫായിട്ടുള്ള സീ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫാമിൽ. അതുപോലെ തന്നെ എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. നോ അൺഎത്തിക്കൽ അല്ലെങ്കിൽ എത്തിക്കൽ അല്ലാത്ത ഒരു തരത്തിലുള്ള പ്രാക്ടീസ് അവിടെ നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് BAP സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് BAPയുടെ ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയിട്ടാണ് BAP അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എന്തിനാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് സേഫ്റ്റിയും ക്വാളിറ്റിയും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ
ഇപ്പോൾ കടലിൽ നിന്ന് നമ്മൾ മീൻ പിടിക്കുന്നു, ഇങ്ങനെ പിടിച്ച് അതങ്ങ് തീർന്നു പോയി കഴിഞ്ഞാലോ? ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ മീൻ പിടിക്കാൻ, മത്സ്യബന്ധനം എന്ന് പറയാറില്ല, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ബയോഡൈവേഴ്സിറ്റി നശിച്ചു പോകാതിരിക്കാനാണ്. ആ ഒരു കാലയളവിലാണ് മീനുകൾ മുട്ടയിട്ട് പെരുകുന്നത്. അപ്പോൾ ആ ഒരു കാലയളവിൽ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുട്ടയൊക്കെ നശിച്ചു പോകും. പിന്നീട് ആ ഒരു ചിലപ്പം മത്തി, ഞാനൊരു എക്സാമ്പിൾ പറയാം, മത്തി അല്ലെങ്കിൽ അയില ഇതുപോലുള്ള മീനൊക്കെ നമ്മൾ ആ ഒരു അതിൻ്റെ ബ്രീഡിങ് സമയത്ത് അതിനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ പോകുന്ന സമയത്ത് അതിൻ്റെ എഗ്ഗൊക്കെ നശിച്ചു പോയി, അങ്ങനെ ആ ഒരു വംശനാശം തന്നെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ? ജൂൺ ജൂലൈ മാസത്തിൽ മീൻ പിടിക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തിനാ? ആ ഒരു ബയോഡൈവേഴ്സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ ചില എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ BPA സർട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആനിമലിൻ്റെ ഹെൽത്തിനും വെൽഫെയറും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആനിമൽസിൻ്റെ ഹെൽത്തും അത് നല്ല രീതിയിലാണ് അവിടെ അത് വളരുന്നത് എന്നൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു BAP സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്വാകൾച്ചർ ഫാമിന് ഈ ഒരു BAP സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അക്വാട്ടിക് ഓർഗാനിസം, അത് എന്തോ ആയാലും മീനാണെങ്കിലും സീ ഫുഡ് ആയിട്ടുള്ള ഞണ്ട്, കൊഞ്ച് എന്തായെങ്കിലും അത് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണ് അതിനെ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനൊരു തരത്തിലുള്ള വംശനാശ ഭീഷണികൾക്കും അത് ഫേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലുള്ള ഹോർമോൺസ് അതിൽ യൂസ് ചെയ്യുന്നില്ല, നല്ല ഫീഡാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാമിന് ഈ ഒരു BAP സർട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഫാമിന് BAP സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീ ഫുഡ് എന്ന് പറയുന്നത് അത്രയും സേഫാണ്, ക്വാളിറ്റി ഉള്ളതാണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി BAP സർട്ടിഫിക്കേഷൻ വഴി അത് എന്തിനു വേണ്ടിയിട്ടാണ് BAP സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്? അപ്പോൾ ഇത് മെയിനായിട്ട് കൾച്ചറും അതിനോട് ചേർന്നിട്ടുള്ള, ഇപ്പോൾ അക്വാകൾച്ചറിൻ്റെ അകത്ത് ഒരു ചെയിൻ ഓഫ് പ്രോസസ്സാണ് അല്ലേ? ആദ്യമേ മുട്ടയുണ്ടെങ്കിൽ മുട്ടയെ വിരിയിപ്പിച്ചെടുക്കണം, പിന്നെ ആ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ വലിയ മീനാക്കി മാറ്റണം, അങ്ങനെ ഒരു ചെയിൻ ഓഫ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ എല്ലാ പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ സ്റ്റെപ്പിലും എന്ത് എൻഷുർ ചെയ്തിരിക്കണം? BAP എൻഷുർ ചെയ്തിരിക്കണം. അപ്പം മെയിനായിട്ട് എവിടേക്കാണ് BAP ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഹാച്ചറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ മുട്ടേനെ അതിന് വേണ്ടുന്ന കണ്ടീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് മീൻ കുഞ്ഞുങ്ങളാക്കി മാറ്റുന്ന ഏരിയയാണ് ഹാച്ചറീസ് എന്ന് പറയുന്നത്. ദെൻ ഫാംസ് എന്ന് പറയുന്നതോ കുഞ്ഞു മീനിനെ വളർത്തിയെടുക്കുന്ന, അതിൻ്റെ മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് അതിനെ വളർത്തിയെടുക്കുന്ന ഒരു സ്ഥലമാണ് ഫാം എന്ന് പറയുന്നത്. പിന്നെ ഫീഡ് മിൽസ്, ഈ മീനിന് ആവശ്യമായിട്ടുള്ള ഫീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ലുകളാണ് എന്തെന്ന് പറയുന്നത് ഫീഡ് മിൽസ് എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ്സിങ് പ്ലാന്റ്, ഈ വളർന്ന് മെച്യൂറായ മീനിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുമല്ലോ. ഇപ്പം പ്രോസസ്ഡ് ഫിഷ് അല്ലെങ്കിൽ സീ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഏരിയയിലും ഈ ഒരു BAP സർട്ടിഫിക്കേഷൻ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് BAP സർട്ടിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ളത്? മീൻ മുട്ട വിരിയിച്ച് മീൻ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഹാച്ചറീസിൽ, പിന്നെ ഫാംസിൽ BAP സർട്ടിഫിക്കേഷൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മീനിന് വേണ്ടുന്ന ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മില്ലിൽ BAP സർട്ടിഫിക്കേഷൻ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സീ ഫുഡിനെ പ്രോസസ്സ് ചെയ്യുന്ന പ്ലാന്റിലും അത്യാവശ്യമാണ്? BAP സർട്ടിഫിക്കേഷൻ അത്യാവശ്യമാണ്. ഈ ഒരു സർട്ടിഫിക്കേഷൻ 4 സ്റ്റാറായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 4 സ്റ്റാറായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റാർ, സെക്കൻഡ് സ്റ്റാർ, അങ്ങനെ 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ ഒക്കെ പറയത്തില്ല, 5 സ്റ്റാർ ഹോട്ടൽ, 3 സ്റ്റാർ ഹോട്ടൽ, 2 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനും സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, അങ്ങനെ 4 സ്റ്റാറായിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷന് തിരിച്ചിട്ടുള്ളത് കേട്ടോ. അത് ആ ഒരു 4 സ്റ്റാർസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കമ്പോണൻസ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന കമ്പോണൻസിനെയും ബേസ് ചെയ്തിട്ടാണ് സർട്ടിഫൈ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഹാച്ചറീസിലാണെങ്കിൽ എല്ലാ സ്റ്റാറും കൂടെ ചിലപ്പോൾ കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. ഫാംസിലാണെങ്കിൽ ചിലപ്പോൾ 4 സ്റ്റാറും ആവശ്യമായിട്ട് വരും. അങ്ങനെ അപ്പോൾ ഏത് മേഖലയാണോ അതിനനുസരിച്ചിട്ടാണ് ഈ സ്റ്റാർ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും BAP സർട്ടിഫിക്കേഷന് 4 സ്റ്റാർ കൊടുക്കാറുണ്ട്. 1 സ്റ്റാർ കൊടുക്കാറുണ്ട്, 2 സ്റ്റാർ കൊടുക്കാറുണ്ട്. അതിന് ലെവലിന് ഓരോന്നും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഓരോ 1 സ്റ്റാർ ആണെങ്കിലും 2 സ്റ്റാർ ആണെങ്കിലും 3 സ്റ്റാർ ആണെങ്കിലും ലെവലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ 4 സ്റ്റാർ ഉള്ള ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഹാച്ചറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫൗണ്ടേഷൻ ഓഫ് ഒരു അക്വാകൾച്ചർ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ അക്വാകൾച്ചറിൻ്റെ ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹാച്ചറീസ് ആണ്. കാരണം അവിടെയാണ് മീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? മീൻ മുട്ട വിരിയിച്ച് അതിനെ കുഞ്ഞുങ്ങളാക്കിയെടുക്കുന്നതാണ്
ഹാച്ചറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു BPA സർട്ടിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, BAP സർട്ടിഫിക്കേറ്റഡ് ആയിട്ടുള്ള ഹാച്ചറി ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഡിസീസ് ഫ്രീ ആയിരിക്കും, പതോജൻ ഫ്രീ ആയിരിക്കും. അങ്ങനെ ഡിസീസ് ഒന്നും തന്നെ കോസ് ചെയ്യാത്ത അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ആയിരിക്കും നമുക്ക് ആ ഒരു ഹാച്ചറിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഈ അക്വാകൾച്ചർ ഫാമേഴ്സ് ഉണ്ടെങ്കിൽ ഈ BAP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹാച്ചറീസിൽ നിന്ന് വേണം എന്ത് കളക്ട് ചെയ്യാനായിട്ട്, മീൻ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹാച്ചറീസിൽ പ്രോപ്പർ വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അവിടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിൽ ഒരു തരത്തിലുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ കെമിക്കൽ റെസിഡ്യൂസോ ഒന്നും തന്നെ പാടില്ല കേട്ടോ. ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ പ്രസൻസോ ഒന്നും തന്നെ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ലെവലും റെക്കോർഡ് ചെയ്തിരിക്കണം, അതിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് റെക്കോർഡ് ചെയ്തിരിക്കണം ആ ഒരു ഫാമിൽ. മീൻ കുഞ്ഞുങ്ങൾ വളരുന്ന ഓരോ ഘട്ടമായിട്ട് അതിൻ്റെ ഓരോ സ്റ്റേജിനെ കുറിച്ചിട്ടും ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡ് കീപ്പ് ചെയ്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഹാച്ചറിയിൽ നിന്നുള്ള വേസ്റ്റിനെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കാനായിട്ട് പാടില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു സീഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള സർവൈവ് ചെയ്യുന്ന, ബെറ്ററായിട്ട് ഗ്രോ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ഹാച്ചറീസിൽ ഹെൽത്തി ആയിട്ടുള്ള ഡിസീസ് ഫ്രീ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹാച്ചറീസിലുള്ള വേസ്റ്റും അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ വാട്ടർ യൂസ് ചെയ്യണമെങ്കിൽ വാട്ടറിലൊന്നും കെമിക്കൽ റെസിഡ്യൂസോ ഒന്നും പാടില്ല. എങ്കിൽ മാത്രമേ BAP സർട്ടിഫിക്കേഷൻ ഹാച്ചറീസിന് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ മേഖലയാണ് അക്വാകൾച്ചർ ഫാംസ്. ഫാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാം ലെവൽ സർട്ടിഫിക്കേഷൻ്റെ അകത്തുള്ള മേജർ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്? ഫാംസിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കിന് ഷ്രിംസ്, ഫിഷ്, മൊളസ്ക് അതുപോലുള്ള കൾച്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ഒക്കെയാണ് ഫാമിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇവിടെ മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൻസിറ്റീവ് എക്കോസിസ്റ്റം ആയിട്ടുള്ള ഈ മാംഗ്രൂവ്സ് പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സൈറ്റായിട്ട് കൾട്ടിവേഷന് വേണ്ടിയിട്ട് എടുക്കരുത് കേട്ടോ. മാംഗ്രോവ്സ് ഒക്കെ ഉള്ള ഏരിയസ് ആണെങ്കിൽ അത് നമ്മൾ ഫിഷ് ഹാർവസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കരുത്. അപ്പോൾ ഫാം സെലക്ട് ചെയ്യുമ്പോൾ സൈറ്റ് സെലക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വാട്ടർ മാനേജ്മെൻറ്റും മോണിറ്ററിങ് ഓഫ് കീ പാരാമീറ്റേഴ്സ്. വാട്ടർ ക്വാളിറ്റി ഉള്ള വാട്ടർ ആയിരിക്കണം. വാട്ടറിൻ്റെ അകത്ത് ഡിറ്റർജൻസോ കെമിക്കൽസോ ഒന്നും തന്നെ പാടില്ല. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ഡെൻസിറ്റി കൺട്രോൾ ചെയ്യണം. അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് മീനാണെങ്കിൽ നീന്തുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ വലിപ്പം വെക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതിന് സൗകര്യമായിട്ട് നീന്താനുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്റ്റോക്ക് ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നീന്താനായിട്ട് ബുദ്ധിമുട്ടും, അങ്ങനെ അതിൻ്റെ വളർച്ച മുരടിച്ച് പോകും. അപ്പോൾ അത് കാരണം സ്റ്റോക്ക് ഡെൻസിറ്റി എപ്പോഴും കൺട്രോൾഡ് ഫോമിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഫീഡിങ് കൊടുക്കുമ്പോഴത്തേക്കിന് അതൊരു കൺട്രോൾഡ് രീതിയിൽ വേണം ഫീഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഫീഡ് എക്സസ് ആയിട്ട് കൊടുത്തിട്ട് അതൊരു വേസ്റ്റായിട്ട് ആ ഒരു വാട്ടറിൽ തന്നെ അടിഞ്ഞു കൂടാനായിട്ടുള്ള ചാൻസ് കൊടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സും അതുപോലെ തന്നെ ബാൻഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഈ ഒരു മീനിന് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അല്ലെങ്കിൽ ഹോർമോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മീനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഡിസീസിനെ ആണെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹെൽത്ത് സർവേ ഒക്കെ നടത്തുന്നത് നല്ലതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസ് കോസ് ചെയ്തിട്ടുള്ള മീൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള മീനുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് ബാക്കി മീനുകളെ കൂടെ ആ ഡിസീസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നടത്തുക. ഇതൊക്കെയാണ് ഫാമിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്. പിന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് കിട്ടത്തുള്ളൂ കേട്ടോ. കുറച്ചധികം സ്ട്രെസ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കെമിക്കൽസൊക്കെ ഫോം ചെയ്ത് പെട്ടെന്ന് മീൻ ചീത്തയായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടുന്ന പ്രോപ്പർ കാര്യങ്ങൾ ചെയ്ത് വേണം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തതാണ് ഫീഡ് മിൽസ്. ഫീഡ് മിൽസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് BAP സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡറിൽ നിന്ന് വേണം നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു ഫീഡ് എന്ന് പറയുന്നത് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫീഡായിരിക്കണം. അതുപോലെ തന്നെ ഫീഡിൻ്റെ അകത്ത് ഒരിക്കലും കണ്ടാമിനൻസ് ആയിട്ടുള്ള ടോക്സിൻസോ അല്ലെങ്കിൽ ഹെവി മെറ്റൽസോ പതോജൻസോ ഒന്നും തന്നെ കാണാനായിട്ട് പാടില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഫിഷിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹൈജീനിക്കലി മാനുഫാക്ചർ ചെയ്ത്
സ്റ്റോറേജ് കണ്ടീഷനൊക്കെ പ്രോപ്പർ ആയിരിക്കണം ഫീഡിൻ്റെ, അല്ലെങ്കിൽ ഫീഡിനൊക്കെ ഫംഗൽ ഗ്രോത്ത് ഒക്കെ വന്നിട്ട് അത് പിന്നെ മീനിലേക്കും കൂടെ എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പ്രോപ്പറായിട്ട് മാനുഫാക്ചർ ചെയ്ത് ഹൈജീനിക്കലി മാനുഫാക്ചർ ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ലേബൽ ചെയ്ത് അതിന് വേണ്ടുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റാക്കി വെക്കുക. അതുപോലെ തന്നെ ഫീഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സുമായിട്ടൊക്കെ കോപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഫീഡ് മാനുഫാക്ചർ ചെയ്യാനും അത് ഫിഷിന് കൊടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. ഇനി അടുത്തതാണ് പ്രോസസ്സിംഗ് പ്ലാന്റിൽ എന്തൊക്കെയാണ് നമ്മൾ BAP സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആവശ്യമായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എപ്പോഴും പ്രോസസ്സിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സേഫായിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ തരുന്ന ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രോസസ്സിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈജീനിക്കലി അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് പ്ലാന്റ് ആയിരിക്കണം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ്, എപ്പോഴും ഹാസിപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹാസിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഹാസിപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷുറൻസും എല്ലാം ഉറപ്പുവരുത്തിയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഹൈജീനിക് ഹാൻഡ്ലിങ്, പ്രോസസ്സിങ്, പാക്കേജിങ്, സ്റ്റോറേജ് എല്ലാം തന്നെ ഹൈജീനിക് ആയിരിക്കണം. ഓക്കെ, പ്രോസസ്സ് ചെയ്യുന്നതാണെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള ഏരിയയിൽ വേണം, പാക്ക് ചെയ്യുന്നതും ഹൈജീനിക് ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം, സ്റ്റോർ ചെയ്യുന്നതും ഹൈജീനിക് ആയിട്ടുള്ള ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്രോസ് കണ്ടാമിനേഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ടായിരിക്കണം, കാരണം ഇത് അക്വാ കൾച്ചറാണ് അല്ലേ. അപ്പം ഫിഷ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രോസസ്സിങ് ടൈമിൽ മൊത്തം ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ടെമ്പറേച്ചർ കൺട്രോൾ മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ ക്രോസ് കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യണം. ഇപ്പം റോ ആയിട്ടുള്ള ഫിഷും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫിഷും തമ്മിൽ ഒരുമിച്ച് വെക്കാനായിട്ട് പാടില്ല. റോ ആയിട്ടുള്ളതിനെല്ലാം വേറെ സെപ്പറേറ്റ് ഏരിയ, പ്രോസസ്ഡ് ആയിട്ടുള്ളതിനെല്ലാം വേറൊരു സെപ്പറേറ്റ് ഏരിയ കൊടുക്കേണ്ടുന്നത് അത്യാവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് പ്ലാന്റിൽ വേറെ നോക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന എംപ്ലോയീസിൻ്റെ കാര്യമാണ്. എംപ്ലോയീസ് എപ്പോഴും ഹൈജീനിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കണം. നമ്മളൊരു പ്രോസസ്സിംഗ് പ്ലാന്റിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്നത്, കൈ കഴുകിയിട്ട് വേണം നമ്മൾ പ്രോസസ്സിംഗ് പ്ലാന്റിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട്. അവിടെ പ്രത്യേക ഏപ്രൺസ് ഉണ്ടായിരിക്കുക, അത് ധരിക്കുക. ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യുക, ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെന്താ, ഗ്ലൗസ് യൂസ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം അവിടുത്തെ എംപ്ലോയീസ് പെരുമാറാൻ വേണ്ടിയിട്ട്. പിന്നെന്താണ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റും റോ മെറ്റീരിയൽസും തമ്മിൽ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിനെ ട്രേസ് ചെയ്തിരിക്കണം. റോ മെറ്റീരിയൽസ് വരുന്നതിനെ ട്രേസ് ചെയ്യുക, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പോകുന്നതിനെ ട്രേസ് ചെയ്ത് അങ്ങനെ ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യുക. പിന്നെ ഇൻ്റർനാഷണൽ ഫുഡ് സേഫ്റ്റി റെഗുലേഷനുമായിട്ട് കോപ്പപ്പ് ചെയ്ത് വേണം എപ്പോഴും ഒരു പ്രോസസ്സിംഗ് പ്ലാന്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള സീ ഫുഡ് കിട്ടാനായിട്ട് ഇങ്ങനെ പ്രോസസ്സിംഗ് പ്ലാന്റിലുള്ള സ്റ്റാൻഡേർഡ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് സാധ്യമാകും. അപ്പോൾ അങ്ങനെ BAP സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുന്ന സീ ഫുഡ് എന്ന് പറയുന്നത് അത്രയും സേഫും ക്വാളിറ്റി ഉള്ളതും ആയിരിക്കും. ഓക്കെ, ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് BAPയുടെ പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ അക്വാകൾച്ചർ ചെയ്യുന്നത് വഴി എൻവയോൺമെൻറ്റിന് ഒരു ദോഷവും ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ മാൻഗ്രോവ്സ്, വെറ്റ് ലാൻഡിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കൾച്ചറിങ് നടത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ഡിസ്പോസ് ചെയ്തിരിക്കണം. എഫ്ലുവൻ്റ് കൺട്രോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വാട്ടർ എനർജിയൊക്കെ റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യണം. അധികമായിട്ട് അതിനെ ഉപയോഗിച്ച് നശിപ്പിക്കരുത്. റെസ്പോൺസിബിളായിട്ട് വേണം വാട്ടർ എനർജിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്തിരിക്കണം. പൊല്യൂഷൻ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഈ ഒരു അക്വാകൾച്ചർ ചെയ്യുന്നത് വഴി. പിന്നെ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിക്കരുത് നമ്മളിങ്ങനെ ഒരു കൾച്ചർ ചെയ്യുന്നത് വഴി. രണ്ടാമത്തേതാണ് ഫുഡ് സേഫ്റ്റി. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫീഡ് യൂസ് ചെയ്യുക, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുക ഫിഷിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ കെമിക്കൽസ്, ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് ഒന്നും തന്നെ ഫിഷിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല, അല്ലെ സീ ഫുഡിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഹാസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വേണം പ്രോസസ്സിങ് ചെയ്യാനായിട്ട്. പിന്നെ ഹൈജീനിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, ഹാർവെസ്റ്റ് ചെയ്യണം, പ്രോസസ്സ് ചെയ്യണം. മീനിനെ ഹൈജീനിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക, ഹാർവെസ്റ്റ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. ഇനി ആനിമൽ ഹെൽത്ത് ആൻഡ് വെൽഫെയർ ആണ് അടുത്ത മൂന്നാമത്തേത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതോജൻ ഫ്രീ ആയിട്ടുള്ള സീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട കുഞ്ഞുങ്ങൾ, മീൻ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പതോജൻ ഫ്രീ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ, ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ യൂസ് ചെയ്യുക. റെഗുലറായിട്ട് ആ മീൻ കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുക.
അതുപോലെ തന്നെ എന്താണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒക്കെ ഉപയോഗം മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക. അതുപോലെ തന്നെ പ്രോപ്പർ സ്റ്റോക്ക് ഡെൻസിറ്റിയും സ്ട്രെസ് മാനേജ്മെൻറ്റും നടത്തുക. എന്ന് വെച്ചാൽ അധികമായിട്ട് സ്റ്റോക്ക് ഒത്തിരി ഇടരുത്. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്ട്രെസ്സ് കൂടും. അങ്ങനെ മീൻ കുഞ്ഞുങ്ങൾ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് നീന്തി കഴിഞ്ഞാലേ ഇതുങ്ങൾക്ക് നീളം വെക്കത്തുള്ളൂ മീനിൻ്റെ സ്പീഷീസിന്. അപ്പം അതിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് മെയിനായിട്ട്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.